good morning. Welcome to our channel Bridal Innovations. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതും 15th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചായ ഇടാം. ചായ ഇട്ടിട്ട് ബാക്കി പരിപാടികളൊക്കെ കിടക്കാം. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും ഞാൻ ഇതിനകത്ത് നിന്ന് ഫുള്ളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കുക്കിംഗ് ഒന്നും ഷൂട്ട് ചെയ്യത്തില്ല, കാരണം കുക്കിംഗ് എല്ലാ പണി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും, എല്ലാം ഭയങ്കര സ്ലോ ആയി പോകും. എന്താ നമ്മൾ ഇപ്പോൾ അപ്പുറത്തുനിന്ന് ചേട്ടൻ്റെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. കുട്ടികൾ മാത്രം 15th വെഡിങ് ആനിവേഴ്സറി കണ്ട കേട്ടോ. ഇതിന് മുമ്പ് നടന്ന വെഡിങ് ആനിവേഴ്സറിക്കുന്ന ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ എല്ലാവരെയും ഒന്ന് വിളിച്ച് ഗംഭീരമായിട്ട് നടത്താമെന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവർ കുട്ടികൾ മാത്രം, ചേട്ടൻ്റെ മക്കളെ മാത്രം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണം, കൊടുക്കണം. അപ്പോൾ എല്ലാം ഷൂട്ട് ചെയ്ത് നിന്നാൽ താമസിക്കും ഫുഡിങ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചൊരു റിവ്യൂ ഒക്കെ കാണിക്കാം. എന്നാലും ഫസ്റ്റ് ഇനി ചായ വെക്കട്ടെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കനും. അപ്പോൾ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് ഹസ്ബൻഡ് ഫ്രണ്ട്സിനെയും കൂടെ വന്നിട്ട് വിളിക്കാമെന്നാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഫുഡ് എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ എല്ലാം ഒന്ന് സ്പീഡപ്പ് ആയിരിക്കും കേട്ടോ വീഡിയോ. അപ്പോൾ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ് ഫോർ മൈ കെട്ടിയോൾ. അവിടെ ഡ്രൈവർമാർ വന്നിട്ടുണ്ട്, അതാണ് ഒച്ചയും വെള്ളം കേൾക്കുന്നത്. അപ്പോൾ വരട്ടെ, പുള്ളിക്കാരങ്ങൾ വന്നിട്ട് കുടിക്കാം. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കുളിച്ച് നല്ല സുന്ദരി കുട്ടിയൊക്കെ ആയിട്ട് വന്നേക്കുവാണേ. ചേട്ടൻ്റെ മോൾ എത്തിയിട്ടുണ്ട്. അവിടെ എൻ്റെ മോൻ പതിവിലും നേരത്തെ എഴുന്നേറ്റിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കണേണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ മോർണിംഗ് സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാനിപ്പോൾ തന്നെ കുളിച്ചിട്ടേ ബാക്കി പണിയൊക്കെ ഉള്ളൂ. കുളിച്ചിട്ട് ഞാനിടാൻ പോകുന്ന ഡ്രസ്സ് എൻ്റെ പുതിയ കുർത്തി, പുതിയൊരു ചുരിദാറിൻ്റെ ടോപ്പ് എനിക്ക് എൻ്റെ മോൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം മൈ ദേവൂട്ടൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ. മേക്കപ്പ് മറ്റേ എന്താടാ അതിൻ്റെ പേര്, പ്രോസ്തറ്റിക് മേക്കപ്പും പിന്നെ സാധാ മേക്കപ്പും ദേവട്ടൻ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക, ഓക്കെ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവന് എനിക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പൈസ എവിടെ നിന്നെന്ന് വെച്ചാൽ അവന് വിഷ്കന്നിട്ടും കിട്ടിയ പൈസ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് തന്നേക്കണം. പിന്നെ എന്നോട് അതിടാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാനിന്ന് അതേ ഇടത്തുള്ളൂ. പിന്നെ ഏട്ടന് എനിക്ക് ഒരു കമ്മൽ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഏട്ടനൊരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് വിലയൊന്നുമല്ല, ചെറിയൊരു ഷർട്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൈസ ഇല്ലായിരുന്നു, പൈസയൊക്കെ കുറവാണ്. അറിയാമല്ലോ, പാർലറും തുറക്കുന്നില്ല, നമുക്ക് കല്യാണവും ഇല്ല, ഒന്നുമില്ലാത്ത കാരണം പോക്കറ്റ് മൊത്തം കാലിയാണ്. അപ്പോൾ കുറഞ്ഞ ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ചായ അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ചിരിക്കി. അപ്പോൾ ഇതാട്ടോ ഷർട്ട്. മൊത്തം ചുളുക്കലാണ്, തേക്കണമെന്നാണ് ഏട്ടൻ പറയണത്. അതിപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്, അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ടോപ്പ്, ദേവൂട്ടൻ്റെ അടുത്ത് തന്നാണ് എനിക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ കമ്മൽ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പണ്ടത്തെ ഒരു പണിയുള്ളൊരു കമ്മൽ, പവിത്രക്കെട്ടെന്നാണ് എൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ മാലയും വളയൊക്കെ മോതിരമൊക്കെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ കമ്മൽ ഇത് കണ്ടപ്പോഴേക്കും ഞാൻ ഉടനെ തന്നെ ചാടി വീഴുകയായിരുന്നു ഇതിലേക്ക്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന മൂത്ത മോൻ കാശിക്കുട്ടൻ. അപ്പോൾ അവനും വിഷ്കന്നിട്ട് കിട്ടിയ കാശൊക്കെ അതിന് വേണ്ടി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ സെറ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ കുക്കിങ്ങിന് വേണ്ടിയൊക്കെ നിന്നത്. അപ്പോൾ അതേ മറ്റേ ആ സാധനം പൊട്ടിച്ചപ്പോൾ, പാർട്ടി ബോംബ് പൊട്ടിച്ചപ്പോഴേക്കും ഫുൾ കേക്കിലായിട്ടുണ്ട്. അത് മൊത്തം പെറുക്കി കളഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് എല്ലാവർക്കും മുറിച്ചൊക്കെ കൊടുത്തത് കേക്ക്. അപ്പോൾ
കണ്ടോ കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു കാശിക്കുട്ടാ. കാശിക്കുട്ടിന് മാത്രമല്ല ദേവൂട്ടനും ഉണ്ണിയേട്ടനും ഒക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ അടുക്കളയിലേക്ക് കയറി ബിസി കുക്കിംഗ് ആണ്. ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കിയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചേട്ടൻ്റെ മക്കൾ. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. അവരും തിരക്കിയിട്ട് എല്ലാ വെജിറ്റബിൾസും എല്ലാം അരിഞ്ഞ് എടുക്കുവാണ്. അപ്പോൾ ഇതേ അടുത്ത സെക്ഷൻ താണ്ട് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് തരുന്നുണ്ട് കേട്ടോ. ഹായ് 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 ഹായ്. അപ്പോൾ ഈ കുട്ടി അറിയോ? ഈ കുട്ടിയാണ് എന്താ പറയുക നമ്മുടെ ഐബ്രോസിൻ്റെയും പിന്നെ ഒരു ട്രഡീഷണൽ ബ്രൈഡൽ മേക്കപ്പിൻ്റെയൊക്കെ അവളെ വെച്ചായിരുന്നു കേട്ടോ ഞാൻ ഒരുക്കിയിരുന്നത്. ആ വീഡിയോസൊക്കെ കാണാത്തവർ പോയി കാണണം കേട്ടോ പ്ലീസ്. ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. യോ ദെൻ വന്നിട്ട് ഒരാൾക്ക് മൊബൈലിൽ കളിക്കണേ. ഇയാൾ കുഞ്ഞു കുട്ടിയല്ലേ, അത് കാരണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊന്നും എടുത്തില്ല, മറന്നു എടുക്കാനായിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പണി ഉണ്ടായിരുന്നു അടുക്കളയിൽ. പിന്നെ ക്ലീനിങ്ങും പിന്നെ പാത്രം കഴുകലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ കിടന്നു. അപ്പോൾ ഇനി ബാക്കി കുറച്ച് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ രാവിലെ തന്നെ അരിഞ്ഞ് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാനൊന്ന് അത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഒന്ന് ഫ്രഷായിട്ട്. അപ്പോൾ ഇതാണ്ട് ഇത്രയും റൈസിനുള്ള ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ചോറ് വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ വെജിറ്റബിൾസും രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ചൊക്കെ ഉണ്ട്. ചോറ് രാവിലെ തന്നെ ഒരുമിച്ച് തന്നെ കേട്ടോ ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറിയും രാവിലത്തെ ഉച്ചയ്ക്ക് വെച്ചത് തന്നെ ഉണ്ട്. അപ്പോൾ റൈസ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ നല്ല ചൂടട്ടിയുള്ള ചട്ടിയാട്ടോ, അതിനകത്ത് കുറേശ്ശെ ഇട്ടാട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഒരുമിച്ചിട്ട് ചെയ്യാനായിട്ട് എനിക്ക് വശമില്ല. അപ്പോൾ ഇത്രയും റൈസ് നമുക്ക് ഒരുമിച്ച് ഫ്രൈഡ് റൈസ് ആക്കാനായിട്ട് എനിക്ക് വലിയ വശമില്ല. അപ്പം ഞാൻ കുറേശ്ശെ ആയി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഇത് വലിയ പാടൊന്നുമില്ല, ഒരു 5 ട്രിപ്പൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. പക്ഷെ അത് എല്ലാവർക്കും തോന്നും പാടാന്ന്. പക്ഷേ എനിക്ക് ഫ്രൈഡ് റൈസ് ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ ഉണ്ടാക്കണതാണ് എനിക്ക് എളുപ്പം. ബിക്കോസ് എനിക്ക് ആ കറക്റ്റായ ടേസ്റ്റിലും കറക്റ്റായ ഇതിലും അങ്ങനെ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ മൂത്താളായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയേക്കുന്നത്. ഇവന് കുക്കിംഗ് ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. മറ്റവന് ക്രാഫ്റ്റ് ആണെങ്കിൽ ഇവന് കുക്കിങ്ങാണ് ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കയറാറുണ്ട്. അപ്പോൾ ഇവനും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പണിയൊക്കെ എളുപ്പം തീരും കേട്ടോ. അത് മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കയറുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ ഞങ്ങൾ അമ്മയും മോനും കൂടെ വാശിക്ക് ചടപടയെന്ന് കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാട്ടോ, ഇതും മറ്റൊരു ഫ്രണ്ടിൻ്റെ വൈഫാണ്. അപ്പോഴത്തെ പിള്ളേരെല്ലാവരും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാട്ടോ. അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കാനാണെന്ന് കരുതിയ വല്ലാത്ത പോസിനൊക്കെ നിന്നത് യൂട്യൂബിലേക്കാന്ന് പറഞ്ഞപ്പോഴേക്ക് അവൾ ഓടിക്കളഞ്ഞു. ഹായ് പറഞ്ഞേ. ഡാൻസ് കളിക്കോ? യൂട്യൂബിലൊരു ഹായ് പറഞ്ഞേ. ചിരിച്ചേ. പാട്ട് പാടോ? പറഞ്ഞോ.
സ്പെഷ്യൽ താങ്ക്സ് ടു കുട്ടിപ്പട്ടാളംസ്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ സെലിബ്രേഷൻ ഇത്ര ഗംഭീരമാക്കി തന്നത് അവർ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ് നിങ്ങളോടും കൂടെ പറയുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ.